ഹലോ ഗായ്സ്, അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ഉള്ള വ്ളോഗാണ് കേട്ടോ. ഇത് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് കരുതിയിട്ടില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥയും നോക്കണ്ട, എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടും നമുക്കിപ്പോൾ അത് ഒതുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാരിക്കൂട്ടിട്ടേക്കണതാണ്. അപ്പോൾ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ ചെക്കൻ, എൻ്റെ അനിയൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ, അമ്മ, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ വരാണ്ട്, അവരെയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അവർ വന്നിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ വീടിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അവരുടെ വീട്. വീട്ടിനുള്ളിൽ തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അനിയൻ ഫ്രീ ടൈമിൽ കാറ്ററിംഗ് വർക്ക്സിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ തന്നെ ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഒരു സർപ്രൈസാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയ ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ വെയിലാണ്, ചൂട് സഹിക്കാൻ വയ്യ, അമ്മാതിരി വെയിലാണ്. അപ്പോൾ എല്ലാവരും എന്താ റെഡിയായിട്ട് ഇരിപ്പുണ്ട് ചടങ്ങിലോട്ട് കടക്കാനായിട്ട്. അവരുടെ ഇതിൽ വേറെ എന്തൊക്കെ ചടങ്ങൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ചടങ്ങൊക്കെ കാണുന്നത്. അപ്പം ജാതകം മാറുന്നതല്ല, നമ്മുടെ കല്യാണ ഡേറ്റൊക്കെ കുറിച്ചിട്ടാണല്ലോ അന്ന് വരുന്നത്. അപ്പം അത് പറയും. അപ്പോൾ അവരുടെ കുടുംബത്തിലെ മൂത്ത ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പനാണ് ഇതൊക്കെ വായിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ച് അതൊക്കെ കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും തൊഴാനായിട്ടൊക്കെ തരും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ ചടങ്ങിലോട്ട് കടന്നിരിക്കുകയാണ്. റിങ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവരുടേതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്തോ അനുഗ്രഹം വാങ്ങുന്നതായിട്ട് എല്ലാവരും റിലേറ്റീവ്സിൻ്റെയൊക്കെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചടങ്ങൊക്കെ അത് അടിപൊളിയായിരുന്നു, നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ കാലിലൊക്കെ ഒരാൾ വീഴുന്നത്. അതുകൊണ്ട് ഭയങ്കര ചിരി കോമഡിയൊക്കെ ആയിരുന്നു. അപ്പോൾ റിലേറ്റീവ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, അതായത് കല്യാണ പയ്യൻ്റെ ചേട്ടൻ. എന്തൊക്കെയോ കോമഡിയൊക്കെ അടിച്ചിട്ടാണ് പുള്ളിക്കാർ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എൻ്റെ ഊഴാണ്. ഞാനിത് ഇട്ടിട്ട് അവ അനുഗ്രഹം വാങ്ങാൻ സമയത്ത് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഈ കൊലുസൂരി എടുക്കട്ടെ എന്ന്. അതാണ് ഈ കാണുന്ന ചിരി. അപ്പം അങ്ങനെ അതിനിടയ്ക്ക് അനുഗ്രഹം കൊടുക്കാൻ മറന്നുപോയി. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം വരുന്നുണ്ട്. അതിൻ്റെ വ്ളോഗ്സൊക്കെ ഉടനെ വരുന്നുണ്ട്. ഇതിൻ്റെ അമ്മയാണ്. അപ്പം അതിൻ്റെ വീഡിയോയും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ്ങിലോട്ട് കടന്നു. ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും പുള്ളിക്കാരുടെ അനിയനും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കേക്ക് കട്ടിങ്ങൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് അടിപൊളി ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത് ഫോട്ടോ ഷൂട്ടിങ്ങിലോട്ട് കടന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. നമ്മളൊക്കെ നിന്നിട്ട്, അതായത് ഫാമിലി ഫ്രണ്ട്സൊക്കെ നിന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സംഭവമാണ് കാണുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളിരിക്കുമ്പോൾ ഒരാളിരിക്കില്ല, അടുത്തൊരാളിരിക്കുമ്പോൾ ഒരാളിരിക്കില്ല, അങ്ങനെയാണ്. അപ്പം ഫോട്ടോസൊക്കെ എടുത്തോ. വമ്പൻ കോമഡിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഷൂട്ടിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.